ഡൽഹിയുടെ പരിശീലകനായി ചുമതലയേറ്റ ശേഷം നൽകിയ ആദ്യ ഇന്റർവ്യൂവിൽ തന്നെ മഞ്ഞയുടെ കാലം കഴിഞ്ഞു, ഞാനിപ്പോൾ ചുവപ്പാണെന്ന് പറഞ്ഞ തോമസ് ടോഷിന് പക്ഷേ നാളെ ബ്ലാസ്റ്റേഴ്സിനെ നേരിടാൻ ഇറങ്ങുമ്പോൾ കാര്യങ്ങൾ ഇമോഷണൽ കൂടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം 2020-21 സീസൺ മുതൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമായിരുന്നു. കഴിഞ്ഞ സീസണിൽ ISLൽ സീനിയർ ടീമിനെ മാനേജ് ചെയ്തതുമാണ്. ബ്ലാസ്റ്റേഴ്സിനെ ഇത്രയും നന്നായി അറിയാവുന്ന മറ്റൊരു എതിരാളി തൽക്കാലം ഇല്ല. ടൂർണമെന്റിൽ നിലനിൽക്കാൻ ഡൽഹിക്ക് വിജയിക്കണം. അതേസമയം ബ്ലാസ്റ്റേഴ്സിന് ജയം തങ്ങളെ സെമിയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും. രണ്ട് ടീമും ഏകദേശം ഒരുപോലെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യ മത്സരം ജയിച്ചുവെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് മേഖലകളിൽ ഇനിയും മെച്ചപ്പെടാനുണ്ട്. രണ്ട് ടീമുകളും കോർഡിനേഷൻ, അണ്ടർസ്റ്റാൻഡിങ്, കമ്മ്യൂണിക്കേഷൻ, കെമിസ്ട്രി തുടങ്ങിയ കാര്യങ്ങളിൽ ഒരുപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് തങ്ങളുടെ ഫോറിൻ താരങ്ങളുടെ എക്സ്പീരിയൻസ് അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട്. ഈ ടൂർണമെന്റിൽ എല്ലാ വിദേശ താരങ്ങളെയും കളിപ്പിക്കുന്ന ചുരുക്കം ചില ടീമുകളിൽ ഒന്നാണ് ബ്ലാസ്റ്റേഴ്സ്. ഒരുപക്ഷെ അതിന്റെ ഫേവർ ബ്ലാസ്റ്റേഴ്സിന് മത്സരത്തിൽ ലഭിച്ചേക്കാം. പക്ഷേ പ്ലേയിങ് കണ്ടീഷന്റെ കാര്യത്തിൽ ആശങ്കയുണ്ട്. ബാംബോളിലെ പിച്ച് എങ്ങനെയുള്ളതാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് പതിവിനേക്കാൾ കൂടുതൽ മോശമാകാൻ സാധ്യതയുണ്ട്. കാരണം ബാംബോളിൽ നാളെ മഴ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻസ് കൂടുതൽ ഡിഫിക്കൽട്ട് ആകാൻ അത് കാരണമായേക്കാം. ആദ്യ മത്സരത്തിന് മുമ്പ് തെന്നി വീണതിനെ തുടർന്ന് തിയാഗോ ആൽവസിനെ ബ്ലാസ്റ്റേഴ്സ് കളിപ്പിച്ചിരുന്നില്ല. താരം ഈ മത്സരത്തിൽ ടീമിലേക്ക് തിരികെ എത്തുമെന്നുള്ളതാണ് നിലവിലെ പ്രതീക്ഷ. അപ്പോൾ ഇനി പ്രഡിക്ഷൻ ടൈമാണ്. ഡൽഹിയെ മറികടന്ന് ബ്ലാസ്റ്റേഴ്സ് സെമിയിലേക്ക് കൂടുതൽ അടുക്കുമോ അതോ ബ്ലാസ്റ്റേഴ്സിനെ വീഴ്ത്തി ഡൽഹി ടൂർണമെന്റിൽ നിലനിൽക്കുമോ?